ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് എൻ്റെ സീറ്റ് മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊടുപുഴ പോവുകയാണ് നാളെ. സോ ഞാൻ എന്ത് വിചാരിച്ചു, അത് ഒരു വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ മുന്നേ ഒരു ഷോർട്സ് സീരീസ് പോലെ ഷോർട്സ് ഇട്ട പോലെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഷോർട്സ് ആയിട്ടല്ല, ലോങ് വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ പിന്നെ അതിൻ്റെ കട്ടിങ്സ് വെച്ച് ഞാൻ ഷോർട്സ് ആക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ പോകുന്നതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒപ്പം ഞാൻ പോകുന്ന ആ ഒരു ജേർണിയും കൂടെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല. സോ എനിക്ക് കുളിച്ചിട്ട് വന്നിട്ട് വേണം കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ. സോ കുളിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കാനുണ്ട്. അത് ഓൾമോസ്റ്റ് കുറച്ചധികം ഉണ്ട് തോന്നുന്നു. കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് എടുത്ത് വയ്ക്കാനുണ്ട്. ഞാൻ അധികം സാധനങ്ങളൊന്നും അന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് എനിക്ക് മാർക്ക് ലിസ്റ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് മാർക്ക് ലിസ്റ്റ് എൻ്റെ ഇപ്പോഴും ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കാനുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് വന്നിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നാളേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് ഓൾവേസ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കണം. പിന്നെ എൻ്റെ നാളത്തെ ഔട്ട്ഫിറ്റ് റെഡിയാക്കി വെക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. സോ അതൊക്കെയാണ് നമ്മളിത് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രെപ്പായിട്ടുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞില്ല. ബാക്കിയൊക്കെ നാളെയാണ്. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാതും ഈ ഒരു ഫയലിലാണ് വെക്കൽ. അപ്പോൾ ഞാൻ ആ ഫയൽ എടുത്ത് വന്നിട്ട് അതിൽ നേരത്തെ പ്രിൻ്റ് എടുത്ത് വന്ന സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് വേണ്ടത് മാത്രം മാറ്റി വെക്കുന്നതൊക്കെയാണിത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ട് ഞാനെന്താ ചെയ്യുന്നത്, നാളേക്ക് വേണ്ടതൊക്കെ എടുത്ത് വെച്ചില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അച്ഛൻ്റെ അറിയില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ക്യാമറ ഓണാക്കി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നതാണിത്. അപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എടുത്ത് വന്ന് നോക്കുന്നതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാതും പിന്നെ അച്ഛൻ പോയി. അതിനുശേഷം ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ എടുത്ത് വെച്ച് ഫയലിലാക്കി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ എനിക്ക് നാളെ ഇടാൻ വേണ്ട ഡ്രസ്സ് എടുത്ത് വയ്ക്കുകയാണ്. ഈ ഷർട്ടാണ് ഞാൻ ഇടുന്നത്, ഒരു യെല്ലോയിന് സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന ഷർട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷർട്ടും പാൻറ്റും കൂടെ പെയർ ചെയ്തിട്ട് പുറത്തേക്ക് ഇടുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ പുറത്തേക്ക് ഞാനങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ ഒരു ഷർട്ട് വെയർ ചെയ്യുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഞാൻ ആദ്യമായിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കൊറിയൻ ബാൻഡാണ്. അപ്പോൾ അത് യൂഷ്വലി ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒപ്പം പോകുന്നതുകൊണ്ടും പിന്നെ ഇതൊരു പേസ്റ്റൽ യെല്ലോ കളർ ആയതുകൊണ്ടും ഓക്കെയാണ്. ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആക്സസറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഇയറിങ്സും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ചെയിനും, സ്നേക്ക് ചെയിൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെയിൻ ഇല്ലേ, മറ്റേ കറക്റ്റ് പറഞ്ഞാൽ പാമ്പിൻ്റെ പോലെ തന്നെ. എനിക്കതിന് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതാണ് സാധനം. അപ്പോൾ അതുമാണ് ഞാൻ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുമ്പോഴും ഞാൻ ഇത് തന്നെയാണ് പെയർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ കൂടെ സിൽവർ ആയിരുന്നിട്ടുണ്ടായിരുന്നു മാല. പിന്നെ ഞാൻ ഈ ഒരു ബാഗും കൂടെ പെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. യെല്ലോൻ്റെ കൂടെ റെഡ് വരുമ്പോഴത്തേനും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, നല്ല രസം ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ രാവിലെ എണീച്ചതിന് ശേഷമുള്ള ക്ലിപ്പാണ്. നല്ല ഉറക്കമത്തുണ്ടായിരുന്നു, അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കിടന്ന് തുടങ്ങിയപ്പോൾ തന്നെ നല്ല നൈറ്റായി. ഇപ്പോൾ ഗോബോടെ തക്ക വെട്ടിയിട്ട് പോലെ കിടന്ന് തുടങ്ങുന്നുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോകണം. കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഈ വീഡിയോയ്ക്ക് ആക്ച്വലി ഓഡിയോ ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞു വരുമ്പോഴത്തേനും കുറച്ച് ലാഗ് വരുന്ന പോലെ തോന്നി. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നോക്കിയപ്പോഴത്തേനും ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് റെഡി ആവുന്നൊന്ന് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു ചാർജ് പോലും ഫോണിലില്ല. പിന്നെ നമ്മൾ പോവുമല്ലേ, ട്രിപ്പ് പോവുമല്ലേ, അപ്പോൾ നമുക്ക് അവിടെ കുത്തിയേക്കാനൊന്നും പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ കുത്തിയേക്കാൻ വെച്ച്. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനൊക്കെ ശേഷം ഞാൻ സ്റ്റോപ്പിൽ പോയി നിന്നതിന് ശേഷം ബസ് എടുത്തതാണ്. ഇത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് കുറേ നേരം നിന്നിട്ടാണ് ബസ് വന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ബസ് കിട്ടി. നമ്മൾ ബസ്സിൽ കയറിയതിന് ശേഷം ഇത് തൃശ്ശൂർക്ക് കയറിയാണ്. നമ്മൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർക്ക് ഇവിടെ നിന്ന് പോവുക, എന്നിട്ട് അവിടെ നമ്മൾ തൊടുപുഴ വണ്ടി പിടിച്ച് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പോയതും. നമ്മളവിടെ എത്തി, തൃശ്ശൂരെത്തി സ്റ്റാൻഡാണ് കേട്ടോ. സ്റ്റാൻഡിൽ പോയി നമ്മൾ ബസ് ഒരു 10 മിനിറ്റ് നിന്നപ്പോഴത്തേനും ബസ് വന്നിരുന്നു. അപ്പോൾ ബസ്സിന് കയറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് KSRTC ആപ്പ് എടുത്തിട്ട് ഇതെപ്പോൾ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു വെറുതെ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അറിഞ്ഞിട്ടൊന്നും ഇതിന് പറഞ്ഞ് പോകാനൊന്നും പോകണില്ലല്ലോ, എന്നാലും വെറുതെ ചെക്ക് ചെയ്യാൻ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് എന്തോ സംസാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാനും ഗോപു ഒരു സീറ്റിലും പിന്നെ അച്ഛനമ്മയും പിന്നെ ബാക്കിൽ വേറൊരു സീറ്റിലിരുന്നായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ ഒരു ഒറ്റ സീറ്റ് ഉണ്ടാവില്ല, അതിന് ശേഷം ബാക്കിലത്തെ സീറ്റിലാണ് നമ്മൾ ഇരുന്നത്. പിന്നെ നമ്മൾ MDDP സീരീസിൽ മൊത്തം
മൊത്തം പാട്ടും കേട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ സില്ലാണ് നമ്മളുടെ. പിന്നെ അതിനുശേഷം അങ്ങനെ ഓരോന്ന് പറയുക, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ ബസ്സിൽ നിന്ന് കുറച്ച് ഒരു പുതുക്കാട് എന്തോ എത്തിയപ്പോൾ തോന്നുന്നു അവിടെ മുതൽ നല്ല മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷട്ടർ അടിക്കേണ്ടി വന്നു. അതിന് മുന്നേ എടുത്താൽ തോന്നുന്നു, ഇത് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഗോപുവിനെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കുന്നതാണിത്. അപ്പോൾ എനിക്കിങ്ങനെ അത്ര വീഡിയോ എടുക്കാൻ അത്ര പ്രോ എന്നല്ല, എന്നാലും കുഴപ്പമില്ലാതെ എടുക്കും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണം. ബിക്കോസ് എനിക്ക് എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്താണ് എൻ്റെ പ്രശ്നമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഞാൻ MDTP സീരീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊന്നും അവൾ എൻ്റെ അനിയത്തി കേട്ടിട്ടുണ്ടായിരുന്നില്ല മീൻസ് അവൾക്ക് ഇങ്ങനത്തെ സീരീസിനോടൊന്നും വലിയ താല്പര്യമില്ല മീൻസ് അവൾക്ക് അറിയില്ല അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, കാണലൊന്നുമില്ല അവൾക്ക്. അപ്പോൾ ഞാൻ കാണുന്നത് അല്ലാണ്ട് ഒന്നുമില്ല, ഞാൻ കാണുമ്പോൾ വന്നിരുന്ന് കാണുകയും ചെയ്യും, അതല്ലാണ്ട് വേറൊന്നും ചെയ്യില്ല. അപ്പോൾ അവൾക്ക് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അതിൻ്റെ ഓരോ പാട്ട് കഴിയുക ഇന്ന സീന് ഇന്നതാണ് ഉണ്ടായത്, അങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ കണ്ട് പറഞ്ഞു കൊടുക്കുക. അതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുതൽ തൊടുപുഴ എത്തണ വരെ ഉണ്ടായിരുന്നത്. ഓരോ പാട്ടും പറയുക, ഓരോ പാട്ടിൻ്റെ ബാക്ക് സീന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് എനിക്ക് ഈ ഹൈവേ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസമുണ്ട്, രണ്ട് സൈഡിലും പോകുന്ന കാണാൻ വണ്ടികൾ വരുന്നതാണ് നല്ല രസമുണ്ട്, അതുകൊണ്ട് എടുത്തതാണ്. ജസ്റ്റ് ഫോർ ഫൺ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഞാൻ ഈ സംഭവം ഇങ്ങനെ സൂം ചെയ്തെടുക്കുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും അതിലെന്ത് സംഭവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സൂം ചെയ്ത് നോക്കുമല്ലോ, ചിലപ്പോൾ പോസ് ചെയ്തിട്ടൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് ഹൈവേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിലെത്തി. അപ്പോൾ നമ്മൾ മുന്നേ പോയ ടൈമിൽ ചാലക്കുടി സ്റ്റാൻഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാലക്കുടി സ്റ്റാൻഡും കാണാൻ പറ്റി. വലിയ രസമൊന്നുമില്ല. എനിക്കിപ്പോൾ കയറിയ KSRTC സ്റ്റാൻഡും ഒന്നും ഇഷ്ടമായിട്ടില്ല ഇതുവരെ കയറിയത്. അപ്പോൾ അവിടെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി പിന്നെയും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു കാലടി എന്തോ എത്തിയപ്പോഴത്തേനും, കാലടി അങ്കമാലി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് അങ്കമാലി സ്റ്റേഷനാണ്. ആൻഡ് അങ്കമാലിയിൽ നിന്ന് തോന്നുന്നു നമുക്ക് ഭയങ്കര ബ്ലോക്ക് കിട്ടിയ ഇതാണ് അങ്കമാലി തന്നെ. അവിടെ കിടന്ന് വശം കിട്ടുന്നുണ്ടാവും നമ്മൾ ഇരിക്കുന്ന. ഇത് കാലടിയാണ്. നേരത്തെ കാണിച്ചത് അങ്കമാലി, അങ്ങനെ എന്തോ തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് സ്ഥലം. അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ കുറേ സ്ഥലങ്ങളിലും കുറേ സ്റ്റാൻഡിലും കയറിയ കാരണം കൂടെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് പിന്നെ നമ്മൾ തൊടുപുഴ എത്തിയതിന് ശേഷമാണ്. തൊടുപുഴയല്ല, മൂവാറ്റുപുഴ തോന്നുന്നു, കറക്റ്റ് അറിയില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ സ്ഥലം പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ. അപ്പോൾ ഇത് എന്തോ അവിടെ എത്തി എന്തോ പറയുന്നതാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നുവെച്ചാൽ എനിക്ക് വീഡിയോൻ്റെ ആ ഒരു ഭാഗവും പിന്നെ ഞാൻ ഗോപുവിൻ്റെ മുഖവും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് മൂവാറ്റുപുഴ എത്തിയ സമയത്ത് എടുത്തതാണെന്ന്. അവളുടെ സിസ്റ്റർമാർ മൂവാറ്റുപുഴ പ്രൊവിൻസിലെ സിസ്റ്റർമാരാണ്, അപ്പോൾ അത് പറഞ്ഞു കൊടുത്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവരൊന്ന് പറയുക, അവരുടെ സ്കൂളൊക്കെ ഉണ്ട് അവിടെ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. മെയിനായിട്ട് പറഞ്ഞാൽ അച്ഛൻ നമ്മളെ കൂടെ വരുമ്പോൾ അച്ഛൻ ചെയ്യുന്ന ഡ്യൂട്ടി മൊത്തം ഞാനും ഗോപുവിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അച്ഛൻ നമ്മളെ അടുത്ത് ഇങ്ങനെ അതവിടെയാണ് ഇതിവിടെയാണെന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഞാൻ ഇവളുടെ അടുത്ത് അതവിടെയാണ് ഇതിവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കണ്ട് പറയുകയാണ് ഇരുന്നിട്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ, അവിടെ എത്തണ വരെ 4-5 മണിക്കൂറോ 4-3/4 മണിക്കൂറോ എന്തോ ഉണ്ട്. അത്രയും മണിക്കൂർ ആൾക്കൊരു തോരം കൊടുക്കാണ്ട് ഇരുന്നിട്ട് പറഞ്ഞിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞത് തന്നെ പറഞ്ഞിരിക്കും. അപ്പോൾ അവൾക്ക് ഇടയ്ക്കൊക്കെ ഭ്രാന്ത് വരുന്നുണ്ട്. അതാണ് ഇടയ്ക്കിങ്ങനെ ഓരോമാതിരി വലിയ എക്സ്പ്രഷനൊക്കെ ഇടുന്നത് അവള്. എന്നാലും എനിക്ക് പോകാൻ പാകില്ലല്ലോ, എൻ്റെ അടുത്ത് പെട്ടുപോയില്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പിൽ വെറുതെ മൂവാറ്റുപുഴയിൽ എന്തോ ഇട്ട് നോക്കിയതാണ് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ പിന്നെ അൽഅസർ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബോർഡ് പോലത്തെ സാധനം, എനിക്ക് എന്താ തന്നെ പറയാൻ അറിയില്ല. പിന്നെ അടുത്ത് നമ്മുടെ KSRTC സ്റ്റാൻഡാണ് തൊടുപുഴ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് KSRTC സ്റ്റാൻഡ് ഏതാ ചോദിച്ചാൽ തൊടുപുഴ സ്റ്റാൻഡാണ്. അതിപ്പോൾ വൃത്തിൻ്റെ കാര്യത്തിലായാലും ബസ്സുകൾ അറേഞ്ച് ചെയ്ത് തരുന്നതിൻ്റെ സംഭവത്തിലായാലും ഒക്കെ തൊടുപുഴ സ്റ്റാൻഡ് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ സ്റ്റാൻഡ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ KSRTC വെച്ച് നോക്കുമ്പോൾ. ഞാൻ ഇതുവരെ പോയതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആൻഡ് പിന്നെ ഇതെന്താ സംഭവം വെച്ചാൽ ഞാൻ KSRTC സ്റ്റാൻഡിലേക്കാണ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ എത്തിയതിനു ശേഷം നമുക്കറിയണ്ടായിരുന്നില്ല ഈ ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ കൂടെയും കൂടെ പോകുമെന്നുള്ളത്. അപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് എനിക്ക് കാണിച്ചു തരാം പ്രൈവറ്റ് സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് കാണാൻ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോയിൽ പോകാൻ കേട്ടത്. നമ്മൾ 2-3 പ്രാവശ്യം ഞാൻ ചേട്ടനോട് ചോദിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് അറിയില്ലേന്ന്. അപ്പോൾ ആ ചേട്ടനാന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അവിടെയാണ് ഇറക്കിയത്. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ
എന്നാലും നമ്മൾ നടക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് പറഞ്ഞതാണ്. ആൻഡ് ഇതാണ് നമ്മളുടെ അലസർ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെറുതെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തതാണ്. നമ്മളെന്തായാലും പോയതല്ലേ, അപ്പോൾ നമ്മളൊരു വ്ളോഗ് പോലെ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല, ബിക്കോസ് അവിടെ പോയിട്ട് കുറച്ചധികം ഡോക്യുമെൻറ്റ് സബ്മിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അവിടുത്തെ ഹോസ്റ്റലിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ്. ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. അപ്പോൾ നമ്മൾ അവിടുത്തെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഹോസ്റ്റലിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ, ബിക്കോസ് അവിടെ പിള്ളേർ ഓൾറെഡി ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ സ്പോർട്സ് അക്കാഡമിയാണിത്. ആൻഡ് അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അൽഅസർ പബ്ലിക് സ്കൂളാണിത്. ഇത് ഇറങ്ങേണ്ട ഗ്രേറ്റിൻ്റെ തൊട്ട് അടുത്താണ് ഈ അൽഅസർ പബ്ലിക് സ്കൂളുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുവാണ്. അവിടെ നിന്ന് നമ്മൾ തൊടുപുഴയ്ക്ക് ബസ് കയറി, തൊടുപുഴയിൽ നിന്ന് നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് ബസ് കയറി, മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ പെരുമ്പാവൂർക്ക് ബസ് കയറി, പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ വണ്ടി കയറി, തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കോഴിക്കോട് വണ്ടി കയറി പെരുമ്പിലാവ് ഇറങ്ങി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ടൈം ലൈന്. ടൈം ലൈനായിട്ട് നമ്മൾ പറയുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, സ്ഥലങ്ങളും സ്റ്റോപ്പുകളും. പെരുമ്പാവൂരിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അവിടേക്ക് പോയി അവിടെ പോകാൻ വേണ്ടിയിട്ട് മൂവാറ്റുപുഴ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ അംഗക്കെട്ടുകളാണ് ഈ കാണുന്നത്. അവിടെ പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിന് ഭയങ്കര ക്ഷാമമാണ്. അവിടെ കഴിഞ്ഞ് മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ നിന്ന് പെരുമ്പാവൂരിക്കുള്ള ബസ് നോക്കിയപ്പോഴത്തേനും പെരുമ്പാവൂരുള്ള ബസ് നമ്മൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ എന്തോ നമ്മൾ സ്റ്റോപ്പിലിരിക്കണം. ഇത് ഗോപുവിന് പ്രാന്ത് വന്ന് പണ്ടാറിറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്ന് ബോറടിച്ചിരിക്കണം നമ്മൾ. എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എടുത്തതിന് സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. 3/4 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ടാവും. ഇത് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡ് 10 പൈസയ്ക്ക് കൊള്ളില്ല, അത്രയും വൃത്തിയായിട്ടൊരു സ്റ്റാൻഡാണ്. ഒരുമാതിരി എന്താ പറയുക, ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാണ്ട് കുറേ ബസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം നീങ്ങിയിട്ടൊക്കെയാണ് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് വാങ്ങാനും കാര്യങ്ങളായാലും അത്ര അധികം ഷോപ്പുകളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതിനുള്ളത് തന്നെ അത്ര വൃത്തിയില്ലാത്ത പോലെയൊക്കെയാണ്. എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആകെപ്പാടെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള സ്റ്റാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത കുന്നംകുളം സ്റ്റാൻഡ് മാത്രമാണ്. അത് സ്റ്റാൻഡിൻ്റെ ഭംഗിയൊക്കെ എന്തിനാണ് നോക്കുന്നത്, ബസ് കയറി പോകുന്ന പോലും ചോദിക്കുന്നവരുണ്ടാവുമായിരിക്കും മേ ബി. പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി സ്ഥലങ്ങളും കൂടെ അന്വേഷിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇത് ഞാനെന്താ വെച്ചാൽ മുഖത്ത് ഇങ്ങനെ കുറേ കുരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്തായാലും വേണമല്ലോ കുറേ പുതിയ കുരുകൾ, അങ്ങനെ എടുത്ത് വന്നുള്ളതാണിത്. ഇത് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇത് പെരുമ്പാവൂർ നമ്മൾ ബസ് കയറാൻ വേണ്ടി വന്ന ടൈമിൽ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കാൻ കയറിയതാണ്. അതിന് ശേഷമാണ് നമ്മൾ ബസ് കയറിയത്. ബസ് കയറുമ്പോൾ ഭയങ്കര വിറ്റായിരുന്നു, ഭയങ്കര കോമഡി പറഞ്ഞാൽ ഭയങ്കര കോമഡി. ഒരു ഗുരുവായൂർ വണ്ടി വന്ന് അതിൽ കയറിയിട്ട് നോക്കുമ്പോൾ അതിലൊറ്റ സീറ്റും ഇല്ല. എന്നിട്ട് നമ്മൾ അതിലിറങ്ങി. എന്നുവെച്ചാൽ നമ്മൾ തൃശ്ശൂർ വണ്ടി കയറി. അതിന് ശേഷമാണുള്ളത് നമ്മൾ ബസ് ഇറങ്ങിയതിന് ശേഷമാണ് തൃശ്ശൂർ വണ്ടിയിൽ നിന്നൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മൾ ഇറങ്ങി മലബാർ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് അടിച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.